ഇതിനോടനുബന്ധിച്ചാണ് നമ്മളുടെ പ്രസ് ക്ലബിൽ വന്നിരിക്കുന്നത്. കുടുംബസംഗമവും 4-ാം തീയതി പുഴക്കിലുള്ള വെഡ്ഡിംഗ് വില്ലേജിൽ നടക്കാൻ പോവുകയാണ്. മന്ത്രി കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി OJ ജനീഷ്, MLA രാജൻ സാർ, മേയർ നിജി ജസ്റ്റിൻ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രവീന്ദ്രൻ എന്നീ പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിലാണ് ഇത് നടക്കുന്നത്. അതിനോടനുബന്ധിച്ച് നടക്കുന്ന 27, 28 തീയതികളിലെ വൻമരങ്ങളിലെ ദീപാലങ്കാരത്തിന്റെ രണ്ടാമത് നടക്കുന്ന ദീപാലങ്കാരത്തിന്റെ മത്സരങ്ങളാണ്. ഓണർമാർ തമ്മിലുള്ള മത്സരമാണ്. ലൈറ്റ് ആൻഡ് സൗണ്ട് ഓണേഴ്സ് സംഘടനയാണ്. അതിലെ ഓണർമാർ മാത്രം സംഘടിപ്പിച്ച് നടത്തുന്ന 75ഓളം വൻമരങ്ങളിലെ ദീപാലങ്കാരത്തിന്റെ മത്സരങ്ങളാണ് നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ വർഷവും ഇതുപോലെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളായ മാധ്യമ പ്രവർത്തകരുടെ നല്ലൊരു സഹകരണത്തോടു കൂടിയാണ് വൻ വിജയത്തിലേക്ക് എത്തിച്ചതും അറിയാവുന്നൊരു കാര്യമാണ്. നന്നായി നമുക്കറിയാം. ഏറ്റവും ഏതൊരു മേഖലയിലും നമ്മളുടെ പ്രവർത്തനം, എന്ത് പ്രോഗ്രാം ആയാലും ഏറ്റവും അടുത്ത്, വേദിയുടെ അടുത്തിരിക്കുന്ന 2 മേഖലകളാണ് മാധ്യമ പ്രവർത്തകരും ലൈറ്റ് ആൻഡ് സൗണ്ടും. അതിന് നമുക്ക് വളരെ അഭിമാനമുണ്ട്, ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. മറ്റുള്ള മരങ്ങളിലുള്ള മത്സരങ്ങളിലേക്ക് ഇതിന്റെ സംഘടനയുടെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഓണേഴ്സ് ഗിൽഡിന്റെ സെക്രട്ടറി ഷിജോൺ പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ്. അതിന്റെ ജനറൽ കൺവീനറാണ് ബെന്നി നീലങ്കാവിൽ, ജോയിന്റ് സെക്രട്ടറി ഷാജി മോളി, ട്രഷറർ ജൂബി ജോസ്. മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ സെക്രട്ടറിക്ക് കൈമാറും. രണ്ടാമത് വൈദ്യുത ദീപാലങ്കാര മത്സരത്തിന്റെ പണികൾ 75 ടീമോട് നൽകി തൃശ്ശൂർ ജില്ലയിലുള്ള ലൈറ്റ് ആൻഡ് സൗണ്ട് ഓണർമാരാണ് ഓരോ മരവും നമ്മൾ ക്രമീകരിച്ച് നടത്തിട്ട് ഓരോ അംഗങ്ങൾക്കും കൊടുത്തിട്ടുള്ളത്. എന്റെ നറുക്കെടുപ്പ് കഴിഞ്ഞ ദിവസം 24-ാം തീയതി തേക്കിങ്ങാട് മൈതാനത്ത് നടന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് അതിന്റെ വർക്കുകൾ തൃശ്ശൂർ ജില്ലയിലുള്ള ഓണേഴ്സ് നടത്തിയ മരങ്ങളുള്ള പണികൾ ഇപ്പോൾ തൃശ്ശൂർ തേക്കിങ്ങാട് മൈതാനത്ത് ആരംഭിച്ചു കഴിഞ്ഞു. നാളെ വൈകിട്ട് 27-ാം തീയതി 5 മണി വരെയാണ് ഓരോ ടീമുകൾക്കും അവരെ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ടൈം കൊടുത്തിട്ടുള്ളത്. വൈകിട്ട് ഒരു 6:30 ടൈമില് തൃശ്ശൂർ MLA രാജൻ മല്ലൻ ഉദ്ഘാടനം ചെയ്യുന്നു ഇതിന്റെ സ്വിച്ച് ഓൺ കർമ്മം. അതുപോലെ തന്നെ അന്നേ ദിവസം 27-ാം തീയതി വൈകിട്ട് 9 മണിക്ക് ഈ മത്സരങ്ങളുടെ വിജയികളെ പ്രഖ്യാപിക്കും. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്ന് നൽകി. അതില് അന്നേ ദിവസം ഈ പ്രോത്സാഹന സമ്മാനങ്ങൾ അടക്കമുള്ള വലിയൊരു ജഡ്ജസ് പാനലാണ് ഇത് ചെയ്യുന്നത്. ഇതിന്റെ മാർക്കിടുന്നത് കേരളത്തിലെ തന്നെ പ്രമുഖരായിട്ടുള്ള ലൈറ്റ് എഞ്ചിനീയേഴ്സ് ആണ് ഇതിന്റെ ജഡ്ജസ് പാനൽ ക്രമീകരിച്ചിട്ടുള്ളത്. അതിന്റെ സമ്മാനദാനം പിറ്റേ ദിവസം 28-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 7:30 തേക്കിങ്ങാട് മൈതാനത്തുള്ള അവിടെ സജ്ജീകരിച്ചിട്ടുള്ള പന്തലിൽ ഇതിന്റെ പരിപാടികൾ നടക്കുന്നതായിരിക്കും. അതിന്റെ സമ്മാനദാന വിതരണം ചെയ്യുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ K. രവീന്ദ്രനാണ് ഉദ്ഘാടനം നിർവഹിക്കുന്ന സമ്മാനദാനം വിതരണം ചെയ്യുന്നത്. ഈ പരിപാടിയിലേക്ക് നമ്മള് 2024-ലാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു മത്സരം തൃശ്ശൂർ ജില്ലയില് തൃശ്ശൂർ സൗണ്ടുകാര് ഇത് സംഘടിപ്പിച്ചത്. അത് വൻ വിജയമായിരുന്നു. വിജയം എന്ന് പറയാൻ അന്ന് എല്ലാ ചാനലുകാരും കണ്ടെത്തി. അന്ന് വന്നിട്ടുള്ള അപാകത വാർത്ത വരാനും നമ്മൾ ആദ്യം ഇത് ചെയ്യുന്ന സമയമായതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് എത്രമാത്രം വിജയിച്ചു പോകുന്ന യാതൊരു ഐഡിയ ഉണ്ടാവില്ല. അതില് ഏറ്റവും കൂടുതൽ സഹകരിച്ച ഈ ചാനലുകാരാണ്, പത്രമാധ്യമങ്ങളായിരുന്നു. അത് വാർത്ത കണ്ടെത്തി ജനങ്ങള് ഇത് എത്തി. ഞായറാഴ്ച ആകുമ്പോഴേക്കും വൻ ജനപങ്കാളിത്തമുണ്ടാകും. പക്ഷെ അത് 28-ാം തീയതി അതിനേക്കാൾ കൂടുതൽ ആളുകൾ തൃശ്ശൂർ ടൗണിൽ വന്ന് പോയി ഇത് കാണാനായിട്ട്. അവരുടെ സൈഡിൽ നിന്ന് വന്നൊരു നിർദ്ദേശം 2 ദിവസം വേണമെന്നുള്ള നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ പ്രാവശ്യം അത് 2 ദിവസമായി ക്രമീകരിച്ചു. ഇന്ന് ദിവസം പത്രസമ്മേളനം വിളിച്ചു. നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള പൂർണ്ണ സഹകരണം മാത്രമാണ് ഇത് ഈ വാർത്ത, ഈ പരിപാടി ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ഇത് കാണാനായിട്ടും എന്താ പറയാ, നമുക്കൊരു
തൃശ്ശൂര് ഇങ്ങനെ ഒരു പരിപാടി നമുക്ക് ചെയ്യണമെങ്കിൽ ചുരുങ്ങിയ പക്ഷേ ഒരു 15 ലക്ഷം രൂപ ബഡ്ജറ്റ് ചെലവാക്കിയാൽ മാത്രമാണ് ഇങ്ങനെ ഒരു പരിപാടി നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ലൈറ്റ് ആൻഡ് സൗണ്ട് ഓണേഴ്സിന്റെ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ പരിപാടി ചെയ്യുന്നതുകൊണ്ട് അവരെ ഓണേഴ്സും അതൊരു മത്സരമായി എടുത്ത് അവർക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ ഏറ്റവും ഹൈ ലെവലുള്ള ടെക്നോളജി ഉപയോഗിച്ചുള്ള വൈദ്യുത ദീപാലങ്കാര മത്സരം തീർച്ചയായിട്ടും എല്ലാ ടീമുകളും സംഘടിപ്പിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും തൃശ്ശൂരിലെ ജനങ്ങൾക്കൊരു കാഴ്ച വരുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ പറയുന്നത് ഞാൻ നിങ്ങൾക്ക് നയിക്കുക. ക്യാഷ് അവാർഡാണ്. ക്യാഷ് അവാർഡ് ഫസ്റ്റ് പ്രൈസ് 25,000 ഇതിന്റെ ട്രോഫിയും, സെക്കൻഡ് 10,000, പിന്നെ 5,000 അങ്ങനെ എല്ലാ ഇതിനും ട്രോഫിയും കാര്യങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. അത് പങ്കെടുത്ത എല്ലാവർക്കും, അതായത് ഒരു മരം നമുക്ക് ചെയ്ത് പറഞ്ഞ ഒരു ടീമിന് ഒരു 25,000 മുതൽ ചെലവ് വരുന്നുണ്ടാവും. ഇപ്പൊ നമ്മളൊരു വീട്ടിൽ നമ്മളൊരു പരിപാടിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ മിനിമം ആ റേറ്റ് വരുന്ന രീതിയിലാണ്. ഇപ്പൊ മഴയായാലും ടൗണിൽ മഴയാന്ന് തോന്നുന്നു, മഴയായാലും ഇപ്പൊ വർക്കുകൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അത്രയും അതിന്റെ വർക്കേഴ്സും അതിന്റെ സജ്ജീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മള് തീരെ കുറഞ്ഞു പോകുന്ന രീതിയിലല്ല ചെയ്തിട്ടുള്ളത്. സ്വരാജ് റൗണ്ടിനോട് ചേർന്നിട്ടുള്ള മരങ്ങൾ നമ്മൾ നറുക്കിട്ടെടുത്തു. മൈതാനില്ല, നമ്മള് റൗണ്ടിൽ 27-ാം തീയതി വൈകിട്ട് 6:30 സ്വിച്ച് ഓൺ, 7:30 ഇതിന്റെ ജഡ്ജസ് പാനൽ 1 മണിക്കൂർ കൊണ്ട് ഇതിന്റെ മാർക്കറ്റിലും കാര്യങ്ങളും ഇതിന്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ടാവും. ഫസ്റ്റ് ദിവസം ഇതിന്റെ മാർക്കറ്റില് അന്ന് രാത്രി തന്നെ ഇത് അനൗൺസ് ചെയ്യും, റിസൾട്ട് അനൗൺസ് ചെയ്യും. രണ്ടാം ദിവസം അല്ല, ഫസ്റ്റ് ദിവസം കാണാം, റിസൾട്ട് ഫസ്റ്റ് ദിവസം അനൗൺസ് ചെയ്യും. സെക്കൻഡ് ദിവസം 7:30 ഇതിന്റെ അവാർഡ് ദാനം, സമ്മാനദാനം അതേ വേദിയിൽ തന്നെ നടക്കും. അപ്പൊ 2 ദിവസമായിട്ട് നമ്മൾ ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞ് അന്ന് രാത്രി 10 മണിയോടി സമാപിക്കും. ലൈറ്റ് 2 ദിവസമുണ്ട്, അതിന് മാറ്റം കഴിയില്ല. ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയിലെ ഓണർമാരുടെ പ്രധാന സംഘടനയായ ലൈറ്റ് ആൻഡ് സൗണ്ട് ഓണേഴ്സ് ഗിൽഡിന്റെ 16ാമത് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വൈദ്യുതി ദീപാലങ്കാര മത്സരം നടത്തുന്നത്. അത് നേരത്തെ പ്രസ്താവിച്ചതുപോലെ ജൂൺ 27-28 തീയതികളിലാണ് വൈദ്യുതി ദീപാലങ്കാര മത്സരം നടത്തുന്നത്. അത് 27-ാം തീയതി ഉദ്ഘാടനവും 28-ാം തീയതി സമ്മാനദാനം. അതിനെ പറ്റിയിട്ട് ക്ലിയർ ആയില്ലോ. പിന്നെ ഞങ്ങളുടെ കുടുംബസംഗമവും ഫാമിലി മീറ്റ് നടത്തുന്നത് 4-ാം തീയതിയാണ്. ജൂലൈ 4-ാം തീയതി വെഡിങ് വില്ലേജിൽ നടത്തപ്പെടുന്നു. അതിന് ഉദ്ദേശം ഞങ്ങളെല്ലാ ഫാമിലി മെമ്പേഴ്സ് മാത്രം പങ്കെടുക്കുന്ന പരിപാടിയാണ്. അതിൽ ഉദ്ദേശം 500ഓളം പേര് പങ്കെടുക്കും. അതിൻ്റെ ഉദ്ഘാടന കർമ്മം നമ്മുടെ മിനിസ്റ്റർ, തൃശ്ശൂർ ജില്ലയുടെ ആരാധനായ മിനിസ്റ്റർ പങ്കെടുക്കുന്നു, ജനീഷ്. അതിൽ ഞങ്ങളുടെ സംഘടനയുടെ പ്രസിഡന്റ് റാഫി ഫിനിക്സ് അധ്യക്ഷത വഹിക്കുന്നു. നമ്മുടെ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ മുഖ്യപ്രഭാഷണം നടത്തുന്നു. നമ്മുടെ തൃശ്ശൂർ MLA രാജൻ ജയപ്പല്ലൻ അതിൽ മുഖ്യാതിഥിയായിരിക്കും. അങ്ങനെ നമ്മുടെ സംഘടനയിലെ പ്രധാനപ്പെട്ട എല്ലാവരും പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ അത് ഈ വൈദ്യുതി ദീപാലങ്കാര മത്സരം അടക്കം എല്ലാ കാര്യങ്ങളും പൊതുജനങ്ങൾക്ക് എത്തിക്കാനും കാഴ്ച വിരുന്ന് ഒരുക്കുന്നത് എല്ലാ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് എല്ലാ പത്രമാധ്യമങ്ങളുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. മേലിലും മുൻ വർഷങ്ങളെ പോലെ കഴിഞ്ഞ തവണ 24 നടത്തിയ ഈ പരിപാടിക്ക് നല്ലൊരു പ്രോത്സാഹനവും നല്ലൊരു പബ്ലിസിറ്റിയാണ് ഞങ്ങൾക്ക് നൽകിയത്. അതിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും എല്ലാവർക്കും സഹായ സഹകരണം അപേക്ഷിച്ചു നിർത്തുന്നു. ഇതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ സംഘടനയ്ക്ക് 2 നിർദ്ദേശങ്ങൾ പറയാനുണ്ട്. അത് ഇതിന്റെ ഭാഗമായിട്ട് പൊതുസമ്മേളനം പറയാൻ ഉദ്ദേശിച്ചാണ്, എന്നിരുന്നാലും ഇപ്പൊ പറയുന്നു മാത്രം. ഒന്ന്, ഈ മേഖലയെ ബാധിച്ചിട്ടുള്ള ഒരു പ്രധാന വിഷയം, നമുക്കിപ്പോ ഒരു ജനറേറ്റർ പ്രവർത്തിക്കണമെങ്കിൽ അതിൽ ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള തടസ്സങ്ങളുണ്ട്, ക്യാനിൽ കിട്ടാത്തൊരവസ്ഥ. അപ്പോൾ ഓരോ പരിപാടിക്കും വളരെയധികം ബുദ്ധിമുട്ടുകളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പൊതുപരിപാടികൾക്ക് ഒന്നിനും ഇപ്പോഴത്തെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ, അതിപ്പോ കേന്ദ്ര സർക്കാർ അനുമതിയുടെ കാര്യമാണ്. അപ്പോൾ ബന്ധപ്പെട്ട അധികാരികൾ അതിൽ ഇടപെട്ടുകൊണ്ട് ആ തടസ്സങ്ങൾ നീക്കം ചെയ്യണമെന്നും, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പരിപാടിക്ക് ജനറേറ്റർ കൊണ്ടുപോയിട്ട് വേണം ഡീസൽ അടിക്കാൻ പെട്രോൾ പമ്പിൽ. അല്ലാണ്ട് നമുക്ക് പഴയ പോലെ ക്യാനിലോ മറ്റു രീതിയിലൊന്നും ഡീസൽ കിട്ടുന്നില്ല.
അതിപ്പോ അതെല്ലാം ജനറേറ്ററാണ്. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. അപ്പൊ നമുക്കിത് ഡീസല് ഒരു ദിവസം നമുക്ക് ഡീസല് അടിക്കുന്നതിന് പരിമിതി ഉണ്ട്. അത് കഴിഞ്ഞാൽ വീണ്ടും ജനറേറ്റർ കൊണ്ടുപോയി പെട്രോൾ പമ്പിൽ പോയി ഡീസൽ അടിച്ചിട്ട് വീണ്ടും വരണം. അങ്ങനെയുള്ള ക്യാനിൽ കൊണ്ടുവരുന്ന സിസ്റ്റം ഇല്ലേ ഇപ്പൊ അറിയാലോ. അപ്പൊ അത് നമ്മുടെ കേരള ഗവൺമെന്റിന്റെ പരിധിയിൽപ്പെടുന്ന കാര്യമില്ല. എന്നിരുന്നാലും സർക്കാരിനെ ശ്രദ്ധയിൽപ്പെടുത്തി കേന്ദ്ര ഗവൺമെന്റിന്റെ പെട്രോളിയം വകുപ്പിന്റെയും നമ്മുടെ തൃശ്ശൂർ MP ഒക്കെ സഹകരണത്തോടെ അതിന് തീരുമാനം കാണുമെന്ന് ഇന്നത്തെ ഈ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, നമ്മളുടെ മുഖ്യമന്ത്രി കഴിഞ്ഞ ഇലക്ഷൻ പ്രചരണ വേളയിൽ പറയുണ്ടായി എല്ലാം മറ്റ് സംഘടനയ്ക്ക് അനുവദിച്ചതുപോലെ 10 മണി എന്നുള്ളത് നീട്ടി തരാമെന്ന്. അപ്പൊ അത് അദ്ദേഹം അനുഭവപൂർവ്വം അദ്ദേഹം സമ്മതിച്ചിട്ടുള്ളതാണ്. ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റിയിലുള്ളവർക്കൊക്കെ അദ്ദേഹം സമ്മതം കൊടുത്തിട്ടുള്ളതാണ്. അതെല്ലാം സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുള്ളതാണ്. കാരണം ഏത് പൊതുപരിപാടികളും അമ്പലമായാലും പള്ളിയായാലും മറ്റ് പരിപാടികളായാലും 9 മണി വരെയുള്ള പരിപാടി കഴിഞ്ഞ് മറ്റുള്ള പരിപാടികൾ അവതരിപ്പിക്കാൻ സമയം കിട്ടാറില്ല. അപ്പോഴേക്കും 10 മണിയാവും. അപ്പോൾ പകുതിയിൽ വെച്ചിട്ട് ബ്രേക്ക് ആവും. അത് ഈ മേഖലനെ മാത്രമല്ല എല്ലാ ഈ കലാകാരന്മാരെയൊക്കെ ബാധിക്കുന്ന വിഷയമാണ്. അപ്പൊ അത് മറ്റ് സംഘടനകൾക്ക് 10 മണി എന്നുള്ളത് നീട്ടി കൊടുത്ത പോലെ ഞങ്ങളുടെ മേഖലയെ പരിഗണിക്കണമെന്ന് ഞങ്ങൾ ഈ ജലസമ്മേളനത്തിന് ആവശ്യപ്പെടുകയാണ്. താങ്ക് യു. 75 ഓണേഴ്സാണ് തൃശ്ശൂർ ജില്ലയിലെ സ്ഥാപനങ്ങൾ. അതിലിപ്പോ നറുക്കിട്ട് എടുത്തിട്ടാണ് നമ്മൾ ഓരോ മരങ്ങളും ഓരോരുത്തർക്കും കൊടുത്തിട്ടുള്ളത്. മരങ്ങൾ ഡിഫറെന്റ് ആണോ? ഓരോ മരങ്ങൾ വ്യത്യാസങ്ങളുണ്ടോ? അല്ല തൃശ്ശൂരുള്ളവരുണ്ട്. നമ്മള് കോഴിക്കോട് പാലക്കാടുള്ള ജഡ്ജസ് ഇതിന്റെ ലൈറ്റ് എഞ്ചിനീയേഴ്സ് ആയിട്ട് ഡിസൈൻ ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പൊ ഒക്കെ കമ്പ്യൂട്ടറിലൊക്കെയാണ് നമ്മൾ വർക്കുകളൊക്കെ ഡിസൈൻ ചെയ്ത് പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്നത്. അവരാണ് ഇതിന്റെ പാനലിൽ നിന്ന് ചെയ്യുന്നത്. നമ്മൾ ഈ പെട്രോളിന്റെ ഡീസലിന്റെ കാര്യം പറഞ്ഞതില്ലേ, നമ്മളിപ്പോ ജസ്റ്റ് ഒരു ഉദാഹരണം, നമ്മുടെ വീട്ടിലൊരു വർക്ക് നടക്കുന്നുണ്ടെങ്കിൽ ജനറേറ്ററിലും കല്യാണങ്ങളൊക്കെ നടക്കുക. അപ്പൊ പാർട്ടിയോടെ ചിലപ്പോൾ നമ്മുടെ 10 മണി അവരും പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ വന്നിട്ട് പറയും ചേട്ടാ 2 മണിക്കൂർ കൂടുതൽ വേണമെന്ന് പറയുമ്പോൾ നമുക്ക് ആ സമയത്ത് ജനറേറ്റർ ഓഫ് ചെയ്തിട്ട് ജനറേറ്റർ കൊണ്ട് പമ്പിലേക്ക് പോകാൻ പറ്റില്ല പ്രായോഗികമായിട്ട്. ആ സമയത്ത് നമ്മൾ ക്യാനും കൊണ്ട് ചെല്ലുമ്പോൾ പല സ്ഥലത്തും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇന്ന് ഏറ്റെടുത്താൽ ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ജനറേറ്റർ അവിടെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ ഇന്ന് 11 മണിക്കാണ് ഇവിടെ നമുക്ക് പറഞ്ഞത്, ഇന്ന് തുടങ്ങുമ്പോൾ ലേറ്റ് ആയി. അത് സ്വാഭാവികമായിട്ട് എല്ലായിടത്തും ഉണ്ടാവുമ്പോ നമ്മളിപ്പോ ഒരു മിനിസ്റ്റർ പരിപാടി ആണെന്നുണ്ടെങ്കിലും 10 മണി പറഞ്ഞ് ഞങ്ങൾ അവിടെ 8:30 അല്ലെങ്കിൽ 9 മണിയാകുമ്പോൾ ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യും. ചിലപ്പോൾ അവിടെ മിനിസ്റ്റർ ലേറ്റ് ആവണം അല്ലെങ്കിൽ അനുബന്ധ ആളുകൾ എത്തുന്നത് 2 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ്. അപ്പൊ 2 മണിക്കൂർ ഞങ്ങൾക്ക് വീണ്ടും ജനറേറ്റർ ഓടണമെങ്കിൽ ഡീസൽ ഉണ്ടാവില്ല. നമുക്കൊരു ജനറേറ്ററിൽ ഓരോ ജനറേറ്ററിന് പല കപ്പാസിറ്റിയാണ്. ഒരു 30 ലിറ്റർ ഡീസൽ നമ്മൾ അതിൽ ഫുൾ ടാങ്ക് അടിച്ചിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഒരു നടക്കുന്ന ഒരു ഇപ്പോ മന്ത്രി മുടക്കുന്ന പരിപാടിക്ക് അത് ചിലപ്പോൾ 2 മണിക്കൂറോ നമ്മുടെ ടൈം പറഞ്ഞിട്ടുണ്ടാവുക. ഞങ്ങൾക്ക് ഇത്ര മതി എന്ന് പറയാൻ പറ്റി. അപ്പൊ നമ്മൾ അതൊക്കെ കൊണ്ടുപോകുക. അവർ തരുന്ന പേയ്മെന്റ് അല്ലെങ്കിൽ അവർ മേടിച്ച് ഡീസലോ. പക്ഷെ ഇത് കഴിഞ്ഞ് അവർ 3-4 മണിക്കൂറും പരിപാടി നീണ്ടു പോകുമ്പോൾ നമുക്ക് അവിടെ ജനറേറ്റർ ഡീസൽ കഴിഞ്ഞ് അവിടെ നിൽക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ആ സമയത്ത് ഈ പറയുന്ന ഓഡിയൻസോ കമ്മിറ്റിയോ തീരുന്നത് ഞങ്ങൾക്കെതിരെയാ. ആ സമയത്ത് ഞങ്ങൾക്ക് ക്യാനും കൊണ്ട് ഈ പമ്പിലേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം നിലവിലുണ്ട്. അത് വളരെയധികം ബുദ്ധിമുട്ടാണ്. അത് ഇനി നാളെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നേക്കാൾ മുന്നേ ഇത് പരിഹരിച്ചാൽ നമുക്കത് ചെയ്യാൻ പറ്റും. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ മൈക്ക് വിവാദവും അതുപോലെ വിഷയങ്ങളൊക്കെ ഉണ്ടായിപ്പോ ആദ്യമായിട്ട് പ്രതികരിച്ച ഒരു സംഘടന ഈ ലൈറ്റ് ആൻഡ് സൗണ്ട് ഓണേഴ്സ് ഗിൽഡ് കേരളയാണ്. ഞങ്ങളാണ് അന്ന് പത്രസമ്മേളനം വിളിച്ചത്. നിങ്ങൾ വലിയ നമുക്ക് ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അന്ന് നമ്മൾ തൃശ്ശൂര് കോർപ്പറേഷന്റെ മുന്നിലും അതുപോലെ തന്നെ കളക്ടറേറ്റിന്റെ ഫ്രണ്ടിലാണ് ഞങ്ങൾ മൈക്കും പഴയ ഉപകരണങ്ങളൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു സമരം നടത്തി. ചാനലുകാരൊക്കെ ഭയങ്കര ഇത് കിട്ടിയ സഹകരണം കിട്ടിയ പരിപാടിയായിരുന്നു. അപ്പൊ അതേപോലെ തന്നെ ഞങ്ങളത് അത്തരത്തിലും സമര രീതിയിലേക്ക് കടക്കാൻ ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നില്ല. പക്ഷെ അത് എന്താ പറയാ, സർക്കാരുകളെ ഇടപെട്ടത് തീർക്കുമെന്നുള്ള പ്രതീക്ഷയാണ് നിൽക്കുന്നത്. അതിൽ നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതൊരു പുറത്തേക്ക് വരുള്ളൂ. പല ഭാഗത്തും ഞങ്ങൾക്ക് ഞങ്ങളുടെ സംഘടനാപരമായിട്ട് പരാതികൾ വരുന്നുണ്ട്. പക്ഷെ അത് ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്ന് വിചാരിച്ച് നിൽക്കുന്നു. പക്ഷെ അത് വളരെയധികം ബുദ്ധിമുട്ടിലേക്ക് പ്രശ്നങ്ങളിലേക്ക് എത്തുന്നതിനേക്കാൾ മുന്നേ സർക്കാർ ഇടപെട്ട് തീർക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്.